ഹലോ, അപ്പം നമുക്ക് കുറച്ച് രൂപയ്ക്കും ചാമങ്ങയൊക്കെ കുറച്ച് പാക്ക് ചെയ്താലോ? അപ്പം ഞാൻ വേറെ ഒന്നിനും വേണ്ടി പാക്ക് ചെയ്യണതല്ല, ഞാൻ കൊച്ചിയിലോട്ട് പോവാണ് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിച്ചു വീട്ടിൽ നിന്ന് വരുമ്പോൾ ലൂബിക്കയും ചാമങ്ങയും കൊണ്ടുവരണമെന്ന്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്യാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ അമ്മ വീട്ടിൽ പോയിട്ട് ചാമങ്ങയൊക്കെ പൊട്ടിക്കുകയാണ്. ചാമങ്ങ വലുതായിട്ട് പഴുത്തിട്ടില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്താ പറയുക, പഴുത്തിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടൊരു കവറ് പൊട്ടിച്ച് കൊണ്ടുപോകണമല്ലോ എന്ന് വെച്ചിട്ട് പാക്ക് ചെയ്ത് പോവാണ്. അപ്പം ഞാൻ ട്രെയിനൊക്കെ കയറി, ട്രെയിനിലാണ് പോണത്. അങ്ങനെ ട്രെയിനിൽ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് യാത്രയാവുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ ട്രെയിൻ അല്ലായിരുന്നു, അത് തൃശ്ശൂരിലോട്ട് പോകുന്ന ട്രെയിനാണ്. എനിക്ക് വേണ്ടത് കൊച്ചിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ട്രെയിൻ ഞാൻ കാത്ത് നിന്ന് എൻ്റെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോവാണ്. അപ്പോൾ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഗേൾസ് ഔട്ട് എന്നൊക്കെ പറയാം, വൈബ്. അപ്പോൾ പുറത്തേക്ക് എന്നെ കുറച്ച് ക്രിസ്മസ് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അറിയാലോ, എൻ്റെ മുന്നത്തെ മിനി വ്ലോഗ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ മെയിനായിട്ട് പോണത് ട്രീ വാങ്ങാനാണ്. അപ്പോൾ ഞാൻ അവരെ ഞങ്ങൾ കണ്ട് ആദ്യം തന്നെ ചായയും ലൈമും ഒക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിലെത്തിയിട്ട് ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. കമ്മലൊക്കെ കണ്ടപ്പോൾ ഈശ്വര ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചൊന്നുമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. ചുമ്മാ അതിൻ്റെ ഇപ്പോഴത്തെ മോഡലുകളൊക്കെ ചുമ്മാ നോക്കിയെന്നുള്ളൂ. പിന്നെ ക്രിസ്മസിൻ്റെ പ്രായമൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 50 രൂപയുള്ളതിനൊക്കെ. പിന്നെ കണ്ണാട വന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്, ലൈറ്റില്ല, ഇത് ലൈറ്റില്ലാത്തതാണ്. ലൈറ്റുള്ള മോഡലും ഉണ്ട്. പക്ഷെ ഇതാണ് എനിക്ക് ആകർഷകമായിട്ട് എനിക്ക് വന്നത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതായത് മെയിനായിട്ട് നമ്മുടെ മേത്ര ബസാറിലേക്കാണ് നമ്മൾ പോകുന്നത്. മേത്ര ബസാറിൽ നമ്മൾ കയറി എൻ്റെ പൊന്നോടെയുള്ള കളക്ഷൻസ് പറയണ്ടല്ലോ. എല്ലാ കൊല്ലം ഞാൻ ഇടാറുണ്ട് ഇതിൻ്റെ വ്ളോഗ്. അപ്പോൾ ഇപ്പോഴും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഒരു മായ ലോകത്ത് ചെല്ലുന്ന പോലെയാണ്. നല്ല നല്ല പുതിയ മോഡലിംഗ് സാധനങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്, ചിലയിടത്ത് റേറ്റ് കുറവുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എനിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ അതായിട്ട് കുറച്ച് നേരം കളിച്ച്. പിന്നെ ട്രീ ഒക്കെ നോക്കി, ട്രീക്കൊക്കെ വൻ റേറ്റ് ആയിരുന്നു ചില സ്ഥലത്തൊക്കെ. പക്ഷേ ചില സ്ഥലത്തൊക്കെ റേറ്റ് കുറവുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് താങ്ങി പിടിച്ച് ഒറ്റയ്ക്ക് വരാൻ പറ്റാത്തതാണ് ഞാൻ വാങ്ങിച്ചില്ല. അഫോർഡബിൾ റേറ്റുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് അപ്പന്മാരുടെ മേളായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള ഏരിയ അവിടുത്തെ പുൽക്കൂട്ടിൽ വെക്കാനുള്ള മെയിൻ ഓരോരോ സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ. അതായത് ഇതാണ് മെയിൻ ഏരിയ, നക്ഷത്രങ്ങളുടെ ഏരിയ. എൻ്റെ പൊന്നോ രക്ഷയില്ല കേട്ടോ. അവിടെ നമുക്ക് കുറേ നേരം നിൽക്കാൻ തോന്നും. പക്ഷെ നല്ല തിരക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ ഉച്ച സമയമാണെങ്കിൽ പോലും നല്ല തിരക്കാണ്. വൈകുന്നേരമാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാല് കുത്താൻ സ്ഥലമില്ല എന്നാണ് ആൾക്കാർ പറയണത്. പക്ഷേ ഉച്ചയ്ക്ക് ആയതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു രക്ഷയില്ലാത്ത ചൂടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതൊക്കെ കണ്ട് നടക്കുമ്പോൾ നമുക്ക് ചൂടൊന്നും ഒരു വിഷയമല്ലല്ലോ. ഇതായി കുഞ്ഞു ട്രീയൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പുൽക്കൂടൊക്കെ ഒരുക്കി വെച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ ഓരോ വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ട്രീസ് കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി. പൊതുവെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ട്രീ നോക്കിയത് അതാണ്. പിന്നെ പുൽക്കൂടിൻ്റെ പല വേർഷൻസ് ആയിരുന്നു അവിടെ. കുഞ്ഞുണ്ണീശോനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോയത് പിന്നെ ഡ്രസ്സൊക്കെ നോക്കി. ഈ കടയിൽ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മിക്ക സാധനത്തിനും 300 രൂപയുള്ളൂ കേട്ടോ. ടോപ്പിനൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ചറക്ക ജോർജറ്റിൻ്റെ ഒക്കെ മെറ്റീരിയലാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതിനൊക്കെ 300 രൂപയുള്ളതെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഫോർഡബിളായിട്ട് തോന്നി. അങ്ങനെ അപ്പോൾ ഇത് വേറെ വെറൈറ്റി പുൽക്കൂടാണ്. പിന്നെ ഞങ്ങളുടേതായ സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എൻ്റെ പൊന്നോ വിശന്ന് കണ്ണില്ലാണ്ടായി അമ്മാതിരി. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് റീൽസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്തു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ട്രെയിൻ കയറി പോവാണ്. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അവരോട് ബൈ പറഞ്ഞ് ഞാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.